നോ ഫാപ്പ് ചലഞ്ച് ഏറ്റെടുത്താൽ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയായിരിക്കും? നമുക്ക് കിട്ടുന്ന ഈ ബെനിഫിറ്റ്സ് ഓരോ ആൾക്കാരിലും വ്യത്യസ്തമായിരിക്കും. പിന്നെ പലർക്കുമുള്ള ഒരു സംശയമാണ് എത്ര ദിവസം കൊണ്ട് നമുക്ക് ഈ ബെനിഫിറ്റ്സ് കിട്ടും എന്നുള്ളത്. ഈ ഒരു കാര്യം എന്നുള്ളത് ഓരോരുത്തരുടെയും പേഴ്സണാലിറ്റിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ചിലർക്ക് ഇത് നേരത്തെ ഫീൽ ചെയ്യും. 3 ദിവസം കഴിയുമ്പോൾ, 4 ദിവസം കഴിയുമ്പോൾ, ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ പല രീതിയിലുള്ള മാറ്റങ്ങളും ഫീൽ ചെയ്യുന്നവരുണ്ട്. മറ്റു ചിലർക്കാരുടെ ഒരു മാസം വേണ്ടിവരും. നമ്മൾ ഈ നോ ഫാപ്പ് ചലഞ്ച് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു 20 ദിവസം തൊട്ട് 40 ദിവസം വരെയുള്ള കാലയളവിൽ നമുക്ക് ഇതിന്റെ ബെനിഫിറ്റ്സ് ഫീൽ ചെയ്യാൻ തുടങ്ങും. ഇതിനിടയ്ക്ക് നമുക്ക് ബെനിഫിറ്റ്സ് ഒന്നും കിട്ടിയില്ലല്ലോ എന്ന് വെച്ച് നിരാശപ്പെട്ട് നമ്മൾ കിറ്റ് ചെയ്യരുത്. നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് നമ്മുടെ പ്രൊഡക്ടിവിറ്റി നമുക്ക് വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. ഡെയിലി നമ്മൾ മാസ്റ്റർബേഷൻ ചെയ്യാനും ഫോൺ കാണാനും ഒരുപാട് സമയം വേസ്റ്റ് ചെയ്ത് കളയുന്നുണ്ട്. ഇതിനുശേഷം നമുക്ക് പ്രൊഡക്ടിവിറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും, താല്പര്യം ഉണ്ടാവില്ല. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ, എത്ര കാലമായി നമ്മൾ ഇതിൽ തന്നെ ഈ ഒരു സർക്കിളിൽ തന്നെ കടന്ന് ഇങ്ങനെ ചുറ്റുന്നു? നമുക്ക് വല്ല മാറ്റങ്ങളും ഉണ്ടോ? ഇങ്ങനെ നമ്മളൊരു പണിയെടുക്കാതെ നമ്മുടെ ബ്രെയിനിനെ ഇങ്ങനെ സാറ്റിസ്ഫാക്ഷൻ കൊടുത്തുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് നമ്മളൊരു മടിയനായിട്ട് മാറും. നമ്മൾ ചെയ്തു തീർക്കാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ നീട്ടി വെച്ചുകൊണ്ടിരിക്കും. ഇതുകൊണ്ട് തന്നെ നമ്മൾ ഈ ചലഞ്ച് ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ ഒരു പരിധി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മടിയൊക്കെ നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും. അതിലൂടെ നമ്മൾ കൂടുതൽ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് മാറാൻ തുടങ്ങും. ഒന്ന് ചിന്തിച്ച് നോക്കൂ, ഒരു 3-4 മാസത്തേക്ക് എഫേർട്ട് ഇട്ടാൽ തീരാവുന്ന ഈ ഒരു ബുദ്ധിമുട്ടുകൾക്ക് വേണ്ടിയിട്ട് എത്ര വർഷമാണ് നമ്മൾ പാഴാക്കിയത്? രണ്ടാമത്തെ ബെനിഫിറ്റ്സ് ആണ്, നമുക്ക് നമ്മുടെ മനസ്സിനെ വളരെ ക്ലീൻ ആയിട്ടും പീസ്ഫുൾ ആയിട്ടും മാറ്റാൻ സാധിക്കും. നമ്മൾ ചെറിയ കുട്ടികളായിരുന്ന സമയത്ത് നമുക്ക് ചെറിയ കാര്യങ്ങളിൽ പോലും വളരെയധികം സന്തോഷം കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നമുക്ക് നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ ഒന്നും തന്നെ ഉണ്ടാവില്ല. നമ്മളെപ്പോഴും തുള്ളിച്ചാടി ഹാപ്പി ആയിരിക്കും. എന്നാൽ നമ്മൾ ഈ പ്രായം കഴിഞ്ഞ ഒരു ടീനേജിലേക്ക് എത്തുമ്പോൾ ഈ സമയം എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സമയമാണ്. ഈ സമയത്ത് നമുക്കൊരു കറക്റ്റ് ആയിട്ടുള്ള ഗൈഡൻസ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ തന്നെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ കൊണ്ടുപോകും. ഈ ഒരു സമയത്തായിരിക്കും ഭൂരിഭാഗം ആൾക്കാരും പല അഡിക്ഷൻസിലേക്ക് പോകുന്നത്. ഒരു 12-13 തൊട്ട് ഒരു 22-23 വയസ്സ് വരെയുള്ള കാലയളവിലാണ് പലരും പല രീതിയിലുള്ള അഡിക്ഷൻസിലൂടെ കടന്നു പോകുന്നത്. ഈ ഒരു സമയത്ത് നമ്മൾ നമ്മളെ വേണ്ടതുപോലെ ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ നമ്മുടെ ലൈഫിനെ ബാധിക്കും. മൂന്നാമത്തെ ബെനിഫിറ്റ്സ് ആണ്, നമ്മുടെ സ്ലീപ്പിംഗ് ക്വാളിറ്റി നമുക്ക് വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. നമ്മുടെ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും റീസൈക്ലിംഗ് പീരീഡ് ആണ് ഈ ഒരു സ്ലീപ്പിംഗ് ടൈം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഉറങ്ങുന്ന സമയത്ത് നമ്മൾ വെറുതെ ഉറങ്ങാതെ അത്യാവശ്യം ക്വാളിറ്റി ആയിട്ട് ഉറങ്ങുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് ഫിസിക്കലി മെന്റലി വളരെയധികം ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാകും. നാലാമത്തേതാണ്, നമ്മുടെ സ്ട്രെസ് ലെവൽ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. നമ്മളിൽ അമിതമായിട്ട് നെഗറ്റീവ് ചിന്തകളാണ് ഉള്ളതെങ്കിൽ നമ്മളിൽ ഒരുപാട് സ്ട്രെസ് ഉണ്ടാവുന്നതിന് അത് കാരണമാവുന്നു. എപ്പോഴും ഫോൺ കാണുന്നവരാണെങ്കിലും മാസ്റ്റർബേറ്റ് ചെയ്യുന്നവരാണെങ്കിലും അവരുടെ മനസ്സിൽ എപ്പോഴും ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും ഉണ്ടാവുക. അവരുടെ ജീവിതത്തിൽ എന്തോ ഒന്ന് നഷ്ടപ്പെട്ടതുപോലെ അവർക്ക് എപ്പോഴും ഫീൽ ചെയ്യും. അഞ്ചാമത്തെ ബെനിഫിറ്റ്സ് ആണ്, നമ്മുടെ സ്പിരിച്വൽ എനർജി, നമ്മുടെ സ്പിരിച്വൽ ഫിറ്റ്നസ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഈ ഒരു പവർ നമ്മളിൽ ഇമ്പ്രൂവ് ആയിട്ടുണ്ടെങ്കിൽ നമ്മളിൽ എപ്പോഴും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാകും. അതായത് നമ്മുടെ മനസ്സിൽ എപ്പോഴും നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകളാണ് ഉള്ളതെങ്കിൽ അത് നെഗറ്റീവായിട്ട് നമ്മളെ ബാധിക്കും. നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലമായിട്ട് വരുന്ന പല സാഹചര്യങ്ങളെയും നമുക്ക് വളരെ നല്ല രീതിയിൽ ഓവർകം ചെയ്യാനായിട്ട് സാധിക്കും. അതിലൂടെ നമ്മുടെ കോൺഫിഡൻസ് എന്നുള്ളത് ഡബിൾ ആകും. ഏഴാമത്തേത്, നമ്മുടെ സെക്സ്വൽ എനർജിയെ നമുക്ക് വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. നമ്മുടെ സെക്സ്വൽ എനർജി ഉപയോഗിച്ച് പുതിയൊരു ലോകം നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ പല രീതിയിലുള്ള കാര്യങ്ങളെയും ഈ ഒരു എനർജി ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാനും നമുക്ക് സാധിക്കും. ഇതിലൂടെ തന്നെ നമ്മൾ മറ്റുള്ളവർക്ക് ഒരു അട്രാക്റ്റീവ് പേഴ്സണാലിറ്റി ആയിട്ട് മാറുകയും ഈ ഒരു അട്രാക്ഷൻ എന്നുള്ളത് നമ്മുടെ വോയിസിലൂടെയും നമ്മുടെ സ്വഭാവത്തിലൂടെയും മറ്റുള്ളവർക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും. എട്ടാമത്തേതാണ്, നമ്മുടെ ഓപ്പോസിറ്റ് ജെൻഡേഴ്സിനെയും നമ്മളെ പോലെ തന്നെ ഒരു ഹ്യൂമൻ ആയിട്ട് നമ്മൾ കാണാനായിട്ട് തുടങ്ങും. അതുപോലെ വളരെ കോൺഫിഡൻസ് ആയിട്ട് ഷൈനസ് ഇല്ലാതെ അവരുടെ മുന്നിൽ സംസാരിക്കാനായിട്ട് സാധിക്കും. ഇതിലൂടെ അവർക്ക് നമ്മളൊരു അട്രാക്റ്റീവ് പേഴ്സണാലിറ്റി ആയിട്ട് മാറും. സോ ഇതാണ് നമ്മുടെ നോ ഫാപ്പ് ബെനിഫിറ്റ്സ് എന്നുള്ളത്. ഇത് മാത്രമല്ല, എല്ലാവരും യുണീക്ക് ആയതുകൊണ്ട് തന്നെ എല്ലാവരിലും വ്യത്യസ്തമായിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഈ ഒരു ഹാബിറ്റ് നിർത്തുക എന്നത് വളരെ പ്രയാസമായ കാര്യമാണ്. ഇവിടെ ഓൾറെഡി പ്രൂവ് ചെയ്ത ടെക്നിക്കിലൂടെയും മെൻറ്ററിങ്ങിലൂടെയും കോച്ചിങ്ങിലൂടെയും നിങ്ങൾക്കും ഇതിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ കഴിയുന്നതാണ്.